വൈറ്റ് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് +2 അക്കൗണ്ടൻസി പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് സെക്കൻഡ് ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. ഇന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണെന്ന്, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ്, ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ്, പ്രൊഫോർമ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രൊഫോർമ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഏത് ഐറ്റം വരും, ക്രെഡിറ്റ് സൈഡിൽ എന്ത് വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം രണ്ടാമതിരുന്ന് പാർട്ട്ണർമാരുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു അക്കൗണ്ട് തയ്യാറാക്കിയാൽ മതിയാവും. അപ്പോൾ അഡീഷണൽ കോളം, എമൗണ്ട് കോളം, അഡീഷണൽ കോളം ഇങ്ങനെ കൊടുത്താലായിട്ട് മതിയാകും. എമൗണ്ട് കോളം എത്ര പാർട്ട്ണർമാരുണ്ടെങ്കിൽ അവർക്കുള്ള കോളംസ് വരച്ചിട്ടാൽ മതി. ഇനി പാർട്ട്ണർഷിപ്പിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ആദ്യത്തെ ഐറ്റം വരുന്നത്. റൺ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് വരും. അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണെങ്കിൽ പാർട്ട്ണർമാരുടെ ബാലൻസ് നമുക്ക് ചോദ്യത്തിനുള്ളിൽ തന്നിരിക്കുക, ആ ചോദ്യം അത് ആദ്യം എടുത്തെഴുതുക. ഇനി ഒരു പുതിയ ബിസിനസ് ആണെങ്കിൽ രാമൻ ആൻഡ് മോഹൻ സ്റ്റാർട്ട് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കുന്നെങ്കിൽ ബൈ ക്യാഷ് എന്ന് വരും. ഇതിലേതെങ്കിലും ഒന്നേ വരുള്ളൂ. ഒന്നെങ്കിൽ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ അല്ലെങ്കിൽ ബൈ ക്യാഷ്, ഇതിലേതെങ്കിലും ഒരെണ്ണേ വരുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണറുടെ സാലറി, ബിക്ക് ആ സാലറി കൊടുക്കുന്ന ബി സാലറി, എക്ക് ആ സാലറി കൊടുക്കുന്ന എ സാലറി, അങ്ങനെ പാർട്ട്ണറുടെ സാലറി ഉണ്ടെങ്കിൽ അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിന് വർധന ഉണ്ടാകുന്നതെല്ലാം ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ചിലപ്പോൾ ഏതെങ്കിലും പാർട്ട്ണർക്ക് എന്തെങ്കിലും കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലും തുക കൊടുത്തെന്നിരിക്കും. അപ്പോൾ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണറുടെ പേരെഴുതിയിട്ട് അവിടെ ആ കമ്മീഷൻ്റെ എമൗണ്ട് അവിടെ കാണിക്കുക, ഏതെങ്കിലും പാർട്ട്ണർക്ക് കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ക്രെഡിറ്റ് ചെയ്യുക. കാരണം ക്യാപിറ്റലിന് വർധന ഉണ്ടാകുന്നതെല്ലാം ക്രെഡിറ്റ് ചെയ്യാനാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതും ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ പ്രോഫിറ്റ്, അതായത് ബിസിനസ് തുടങ്ങുന്നത് എപ്പോഴും ലാഭം ഉണ്ടാകാനാണ്, നഷ്ടം ഉണ്ടാകാനല്ല. അപ്പോൾ ആ ലാഭം ഇവിടെ ഷെയർ ചെയ്യണം പാർട്ട്ണർമാർക്ക്. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റും ക്രെഡിറ്റ് സൈഡിൽ വരും. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഒന്ന് ബാലൻസ് ബ്രോഡ് ഡൗൺ, ബാലൻസ് തന്നിരിക്കുന്നത് പുതിയ ബിസിനസ്സാണ് ക്യാഷ്, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ്. ക്യാപിറ്റലിന് വർധന ഉണ്ടാകുന്നതെല്ലാം ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുക. ഇനി ക്യാപിറ്റൽ കുറയുന്നതെല്ലാം ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുക. ടു ഡ്രോയിങ്സ്, പാർട്ട്ണർമാർ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടാണ് ഇവിടെ വരേണ്ടത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും ഡെബിറ്റ് ചെയ്യുക. ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും ഡെബിറ്റ് ചെയ്യുക. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിന് കുറവുണ്ടാകുന്നതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഇനി ലോസ് ആണെങ്കിൽ ലോസും ഈ ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഇതിലേതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. ഇനി ഇതിൻ്റെ ഡിഫറൻസ്, ക്യാപിറ്റൽ അക്കൗണ്ട് മിക്കവാറും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, എന്നാൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ. അപ്പം ആ കൂടുതലുള്ള സൈഡിലേക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക, ആ ടോട്ടൽ ചെയ്യുക. ആ എമൗണ്ട് കുറവുള്ള സൈഡിലേക്ക് ആ ടോട്ടൽ എമൗണ്ട് എടുത്തെഴുതുക. എന്നിട്ട് ഈ ടോട്ടലിൽ നിന്ന് ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് എല്ലാം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസാണ് ബാലൻസ് ക്യാരിഡ് ഡൗൺ എന്ന് പറയും. ബാലൻസ് ക്യാരിഡ് ഡൗൺ, ഇതാണ് ക്യാപിറ്റലിൻ്റെ ബാലൻസ്. അപ്പോൾ ഈ രീതിയിലാണ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റലിൻ്റെ പ്രൊഫോമ ബൈ ഹാർട്ട് ആക്കുക. ഇനി ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ രണ്ട് മെത്തേഡുണ്ട്. പ്രധാനമായിട്ടും മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ രണ്ട് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എപ്പോഴും ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കും. എന്ന് പറഞ്ഞാൽ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ് സെൽഫ്. ഇൻ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ് സെൽഫ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും എവിടെയായിരിക്കും, ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയായിരിക്കും ചെയ്യുന്നത്. അതാണ്. ഇപ്പോൾ ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ കാണുള്ളൂ. ബട്ട് ഇൻ ഫിക്സഡ് മെത്തേഡ് ക്യാപിറ്റൽ ഈസ് ഓൾവേസ് ഫിക്സഡ്. ഫിക്സഡ് മെത്തേഡിൽ
ക്യാപിറ്റൽ എപ്പോഴും അങ്ങനെയായിരിക്കും. ക്യാപിറ്റൽ ഓൾവേസ് ഫിക്സ്ഡ്, എല്ലായ്പ്പോഴും ക്യാപിറ്റൽ ഫിക്സ്ഡ് ആയിരിക്കും. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ അനദർ അക്കൗണ്ട്. ഫോർ മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അനദർ അക്കൗണ്ട് ഈസ് ഓപ്പൺഡ്. ദാറ്റ് അക്കൗണ്ട് ഈസ് നോൺ ആസ് കറണ്ട് അക്കൗണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ഇൻ അനദർ അക്കൗണ്ട്. ഇപ്പോൾ 2 അക്കൗണ്ട് കാണും എൻ്റെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ. അക്കൗണ്ട് കോൾഡ്, അനദർ അക്കൗണ്ട് കോൾഡ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്താ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എപ്പോഴും ക്യാപിറ്റൽ ഫിക്സഡ് ആയിരിക്കും. ക്യാപിറ്റലിനും ഒരു മാറ്റമില്ല. ഫ്ലക്ച്വേറ്റിങ്ങിൽ ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇനി ഇത് നമ്മൾ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഡിഫറൻസ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്. ഫിക്സഡ് മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്. ഫിക്സഡ് മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്. ഫിക്സഡ് മെത്തേഡിൽ ദർ ഈസ് ഓൺലി 1 അക്കൗണ്ട്. ഫിക്സഡ്, ഫ്ലക്ച്വേറ്റിംഗ്. ഫിക്സഡ് മെത്തേഡിൽ ദർ ഈസ് ഓൺലി ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ ഇവിടെ കാണുള്ളൂ. ഫിക്സഡ് മെത്തേഡിൽ കാണുള്ളൂ 1 അക്കൗണ്ട്. ഇനി ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ 2 അക്കൗണ്ട് കാണും. ഫിക്സഡ് മെത്തേഡിൽ 2 അക്കൗണ്ട് ഉണ്ടാവും. 2 അക്കൗണ്ട്സ്. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ദർ ഈസ് ഓൺലി 1 അക്കൗണ്ട്. ഒരു അക്കൗണ്ട് മാത്രമേ കാണുള്ളൂ. ഇനി ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ ക്യാപിറ്റൽ ഇറ്റ് സെൽഫ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്യാപിറ്റലിൽ തന്നെയായിരിക്കും നടത്തുന്നത്. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം മെയ്ഡ് ഇൻ ദ ക്യാപിറ്റൽ ഇറ്റ് സെൽഫ്. ക്യാപിറ്റലിൽ തന്നെയായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം ഈ മെത്തഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ കറണ്ട് അക്കൗണ്ടിലായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത്. ഏത് മെത്തഡിലാണ്? ഈ ഫ്ലക്ച്വേറ്റിംഗ് മെത്തഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടിൽ ആയിരിക്കും. പിന്നെ ഈ ഫിക്സഡ് മെത്തേഡിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. എന്നാൽ അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ആണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ പറയേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്താണ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്താണ്, പാർട്ണർഷിപ്പിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്, ഈ വിവരങ്ങളാണ് തന്നത്. നിങ്ങൾക്കിത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഒരു ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് എത്തുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. താങ്ക് യു.